അയ്യപ്പ നോ ബ്രോ. അയ്യോ 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 കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പോയേനെ പട്ടി. ഇങ്ങനെയാണ് മുറുക്കുണ്ടാക്കേണ്ടത്. അതെ, അവൻ ചേച്ചിട്ടമാരാ. I'm going to eat this every day. അവിയൽ സാമ്പാർ. This is that avial. I have it done. Let me try. കുറേ നാളായി മൈസൂർ മസാല ദോശ കഴിച്ചിട്ട്. Yes. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഉത്രാടം ദിവസമാണ്. ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഉത്രാടം ദിവസമല്ല, ശരിക്കുള്ള ഉത്രാടം ദിവസമാണ്. അപ്പോൾ ഓണത്തിൻ്റെ തലേന്ന്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കാരണം ഓണം പ്രിപ്പറേഷൻസ് ഒന്നും നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നേരത്തെ നടന്നില്ല. അതുകൊണ്ട് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വെക്കേഷൻ പോവാണ്. അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഓണം ഇങ്ങെത്തിയപ്പോഴാണ് ഓണത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അനിന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ്, കുറച്ചല്ല ആക്ച്വലി ഇന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തിങ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കിട്ടുവാണെങ്കിൽ അടുത്ത സ്നാക്കിലോട്ട് പോവാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് അവൾക്ക് ഇഷ്ടമുള്ള മുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും ഓണമായിട്ട് ഞാൻ എന്താ ഒരു റെട്രോ വേഷത്തിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. മെയിൻ ഇത് ഈ ഒരു സാരി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയൊന്നുമല്ല. എൻ്റെ ഇവിടെ വളരെ കുറച്ച് സാരീസ് ഇരിപ്പുള്ളൂ. ഇത് ഞങ്ങളിവിടെ ഒരു റെട്രോ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വിഷുവിനെ ഇവിടെ കേരള സമാജം യൂണിക്കിലെ. അപ്പോൾ ആ ഒരു ഡാൻസിൻ്റെ പാർട്ടായിട്ട് വാങ്ങിച്ച ഒരു സാരിയാണത്. ഡാൻസ് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോഴും ഇന്നലെയും കൂടി ഞാൻ അതിൻ്റെ ഓഡിയോ ട്രാക്ക് പലർക്കും മെയിൽ വാങ്ങിച്ച് ഷെയർ ചെയ്തുള്ളൂ. ഒരുപാട് പേര് വന്ന് ചോദിച്ചു. ഒത്തിരി അടിപൊളി അഭിപ്രായമൊക്കെ കിട്ടിയ ഒരു ഡാൻസായിരുന്നു ഞങ്ങളുടെ റെട്രോ ഡാൻസ്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ സാരിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉടുക്കാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഓണം സ്പെഷ്യൽ. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് പണ്ട് ഓണത്തിന് മുന്നേ കേട്ടോ, ഒരു 1-2 ആഴ്ച മുന്നേ ഒക്കെ എൻ്റെ അമ്മൂമ്മ, എൻ്റെ പാട്ടി ഇങ്ങനെ പലഹാരമൊക്കെ ഇങ്ങനെ എല്ലാ പേരക്കുട്ടികൾക്കും വേണ്ടിയിട്ട് ഓണത്തിന് 2 ആഴ്ച മുന്നേ പുറത്തൊക്കെ അടുപ്പൊക്കെ കൂട്ടി ഇങ്ങനെ പലഹാരം ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കും. പലഹാരം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. മെയിൻ പാട്ടിയുടേത് മുറുക്കാണ്, ഈ കൈ ചുറ്റുമുറുക്കില്ലേ അത്. ആൻഡ് പിന്നെ കളിയടയ്ക്കാന്ന് പറയും അവിടെയൊക്കെ, എനിക്കറിയില്ല അത് വേറെ, ചീടാന്നൊക്കെ പറയത്തില്ലേ ആ സാധനം, ഉണ്ട സാധനം. പിന്നെ മുന്തിരിക്കൊത്തെന്ന് പറയും. അത് ട്രാൻഡ്രത്താണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്, അങ്ങോട്ട് അധികം ഇല്ലാന്ന് തോന്നുന്നു. ഈ മറ്റേ ശർക്കര തേങ്ങയൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഉരുട്ടിയിട്ട് അതിനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് മുന്തിരിക്കൊത്ത്. പിന്നെ അങ്ങനെ കുറേ അച്ചപ്പം അങ്ങനെ. അപ്പം നമ്മൾ ഈ പിള്ളേർ അതിലേക്കൂടെയൊക്കെ കുറേ ഓടിയൊക്കെ നടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എണ്ണയുടെ അടുത്തോട്ടൊന്നും അങ്ങനെ അടുപ്പിക്കത്തില്ല. എന്നാലും ചുറ്റി ഇങ്ങനെ പകുതി വെന്ത മുറുക്കൊക്കെ തരും. അതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഓണം. അപ്പം ഈ ഒരു വേഷം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴത്തെ അമ്മൂമ്മമാരൊക്കെ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ചെയ്യുന്ന അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പം എൻ്റെ കുഞ്ഞിന് മോള് വരുമ്പോൾ അവൾക്ക് മോസ്റ്റ്ലി എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു സ്നാക്സ് വീട്ടിലുണ്ടാക്കുന്നത്. ഇപ്പം ഈയിടെയായിട്ട് അവളായതിനു ശേഷം മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും കഴിഞ്ഞ തവണ ഇതുപോലെ വേറെന്തോ ഉണ്ടാക്കി. ഇത്തവണ എനിക്കത് അതിന് മുന്നേ നാട്ടിലായിരുന്നപ്പോഴും എനിക്കത് ബോളി ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഡയമണ്ട് വറുത്തത്, അല്ലെങ്കിൽ അങ്ങനെ. ഇവിടെ വരുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് പറ്റുന്ന പോലെ എന്തെങ്കിലും. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു അവൾക്ക് മുറുക്കിഷ്ടമാണ്. ഞാൻ ഇതുവരെ മുറുക്കുണ്ടാക്കി നോക്കിയിട്ടില്ല. എനിക്ക് മറ്റേ കൈ ചുറ്റുമുറുക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. സോ മറ്റേ നമ്മുടെ അരിമുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അരിമുറുക്ക് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു ഓണത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വീട്ടിലുണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം, ഒന്ന് നിർബന്ധമുള്ള പോലെയാണ്. അത് ചിലപ്പോൾ കുറച്ച് ക്ലീശേ ഒക്കെ ആയിരിക്കും, ബട്ട് എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓണത്തിന് അത് ചെയ്തു എന്ന് എനിക്കിപ്പോഴും പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മുന്നത്തെ ഓണത്തിന് അത് ഞാൻ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾക്കും ആ ഒരു ഓർമ്മ നിൽക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഓർമ്മ ഉള്ള പോലെ അവൾക്ക് മേ ബി വലുതാവുമ്പോൾ അവളുടെ അമ്മ ഇങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് അവൾക്ക് ഓർമ്മ വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉത്രാടം ദിവസം ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബോളിയും കൂടി ഉണ്ടാക്കണം എന്നുണ്ട്. അതിനിപ്പോൾ നല്ലെണ്ണ ഇരിപ്പില്ല എന്നുള്ള കാര്യം. നല്ലെണ്ണ ഇവിടെ വാങ്ങാറില്ല. അപ്പം നല്ലെണ്ണയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം
നല്ലെണ്ണ വാങ്ങണം, നെയ്യും തീർന്നു, അപ്പോൾ നെയ്യും വാങ്ങണം. അപ്പോൾ ഒരു ഉത്രാടപ്പാച്ചിലും കൂടെ ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്തത്. അപ്പോൾ ഇപ്പം ഏതാണ്ട് ഈ ഒരു ഐഡിയ ക്ലിയർ ആക്കണം. അപ്പം നമുക്ക് ഇനിയിപ്പം ഉണ്ടാക്കാം. ഈ ഒരു അരിമുറുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കുമായിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഉഴുന്നും അരിപ്പൊടിയും വെച്ചിട്ടാണ്. അതുപോലെ അരിപ്പൊടി എനിക്ക് ഉള്ളത് നമ്മുടെ ചമ്പാവരിപ്പൊടിയാണ്, ചമ്പാ പച്ചരി പൊടി. അപ്പം അതിന് കൂടെ നമ്മൾ എന്താ പറയുക 2 കപ്പ് ചമ്പാ പച്ചരി പൊടി എടുക്കും. അപ്പം അതുകൊണ്ട് 1 കപ്പ് ഉഴുന്ന്. അപ്പോൾ 1 കപ്പ് ഉഴുന്ന് ഫുൾ എടുത്തിട്ടില്ല, ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അരിപ്പൊടിയും ഞാൻ അത്ര എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആദ്യം വറുത്ത് പൊടിക്കാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഉഴുന്നിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന കണ്ടിട്ട് ഒരാൾ സ്വന്തം ഔട്ട്ഫിറ്റ് തപ്പിപ്പോയിട്ടുണ്ട്. അന്നു അവളുടെ ട്രഡീഷണൽ എത്നിക് വെയർ ഏതോ തപ്പിയെടുത്തിട്ട് അത് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് അവൾക്കും പൊട്ടൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇവിടെ അവൾക്കിത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പുറത്ത് എപ്പോഴും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പം ചെന്ന് പഴയ ഇരിക്കുന്നല്ല കഴിഞ്ഞ ഓണത്തിനിട്ട എത്നിക് വെയറൊക്കെ തപ്പിയെടുത്തോണ്ടൊക്കെ വരുന്നുണ്ട്. നാളെ കിടാനായിട്ട് വേറൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ്. അപ്പോൾ അത് ഞാൻ ഇടാൻ കൊടുത്തില്ല. അപ്പോൾ ഇതൊരെണ്ണമൊക്കെ തപ്പിയെടുത്തിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദി ഷോ എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് അപ്പിയറൻസ് ദേ ഇരിക്കുന്നു. ഇൻട്രൊഡ്യൂസിംഗ് വേറൊക്കെ ഇട്ടിട്ട് സൈസ് ആണല്ലോ അല്ലേ ഇതൊക്കെ. വേറൊക്കെ ഇട്ട് യു ലൈക്ക് ഇന്ത്യൻ സ്നാക്സ് റൈറ്റ്? Tell them which ഏതൊക്കെ അന്നുവിന് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ സ്നാക്സ്? Laddu. Then? Swan papdi. Mysore pak? Mysore pak. Yeah. Ghee Mysore pak. Ghee Mysore pak. Yeah. Not the soft one. Yeah. Not the crunchy one. വേറെ എന്തൊക്കെ ഇഷ്ടം? Biryani. Biryani? You love biryani? Then ചൂടായി പോയി. കഥ പറഞ്ഞ് കയ്യിൽ നിന്ന് പോകുന്നതാണ് തോന്നുന്നത്. അയ്യോ, കുറച്ച് കൂടുതൽ സ്പൂണ് ചൂടായി പോയത് കൊണ്ട്. മുറുക്ക് ഇഷ്ടമാണോ അന്നു? മുറുക്ക് ക്രിസ്പി വൺ അല്ലേ? ഓൾമോസ്റ്റ് ബ്രൗൺ കളറായി. ഇതിൽ തന്നെ വെച്ചിരുന്ന തണുക്കത്തില്ല. സോ ഒരു പ്ലേറ്റിലിട്ട് ഇങ്ങനെ പരത്തി വെക്കാം. നമുക്ക് എന്നിട്ട് ഇത് പൊടിക്കാനുള്ളതാണ്. എനിക്ക് പണ്ടത്തെ ഇങ്ങനെ ഒരു നൊസ്റ്റു മണമൊക്കെ വരുന്ന ഈ ഉഴുന്നൊക്കെ വറുക്കുന്നതിൻ്റെ ശരിക്കും മറ്റേ മുറുക്കില്ലേ, ഈ കൈമുറുക്ക്, അതിൻ്റെ അതേ ഒരു മണം. ചമ്പാ പച്ചരിപ്പൊടിയാണിത്. അപ്പോൾ അതൊരു 2 കപ്പിടാം. നമ്മൾ ഉഴുന്ന് അത്ര എടുത്തല്ലോ. അരിമുറുക്ക് വരുമ്പോൾ ഒരു ക്രിസ്പിനെസ് നമ്മളൊന്നും ചേർക്കാതെ തന്നെ അത് വന്നോളും. കൈ വീഴുന്ന ശബ്ദം നല്ല രസമുണ്ട്. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. നമുക്കിതിനി ഒന്ന് അരിച്ചെടുക്കാം. അതെ, ചെറിയൊരു അബദ്ധം പറ്റി. 2 കപ്പ് മാവിന് 1/2 കപ്പ് ഉഴുന്ന് മതി. ഞാൻ 1 കപ്പാണ് എടുത്തത്. പക്ഷെ അത് സാരമില്ല, ഞാനിപ്പം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കപ്പളന്ന് പകുതി എടുക്കുന്നുള്ളൂ. ഈ പൊടിച്ചു വെച്ചതിൻ്റെ പകുതി എടുക്കുന്നില്ല. അപ്പം 2 കപ്പ് മാവ് എടുക്കുമ്പം 1/2 കപ്പ് ഉഴുന്ന് മതി. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു നേരത്തെ പറഞ്ഞേ. അപ്പം നമ്മൾ 1/2 കപ്പ് മാവേ എടുക്കുന്നുള്ളൂ, ഉഴുന്ന് മാവ്. 1/2 കപ്പ് ഉഴുന്നും 2 കപ്പ് അരിമാവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പിട്ടു, ഉഴുന്ന്, അരി, കായപ്പൊടി, ഇനി അതുപോലെ മുളക് പൊടി ഇടണം. പിന്നെ ഇതിപ്പോൾ നോർമൽ ജീരകം. എനിക്കിഷ്ടമുള്ളതും ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റുമാണ് എള്ള്. ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട് എള്ള്. എനിക്ക് എള്ള് ഇഷ്ടമാണ്. പിന്നെ എള്ള് മുറുക്കാവാതിരുന്നാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ, ഒരു 2. ഇനി നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ, ഇടിയപ്പത്തിൻ്റെ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. നമുക്ക് സാധാരണ വെള്ളത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പം നമുക്കിത് ഇനി നോർമൽ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ കട്ടയൊക്കെ പോയി കിട്ടും. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേഡോൻ്റെയൊക്കെ പോലത്തെ ഒരു കൺസിസ്റ്റൻസി, മണവും ഉണ്ട്. ഇനിയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ട്. ഈ ഒരു സാധനം പൊട്ടാണ്ട്
കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതൊരു ഭയങ്കര ചലഞ്ചായിരിക്കും. ആൻഡ് നമ്മുടെ ഇവിടെ നാട്ടിലത്തെ പോലെ മറ്റേ പ്രസ് ചെയ്ത് വീഴുന്ന സാധനമൊന്നുമില്ല. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണുള്ളത്. സേവനാഴി അല്ല ഇതിന് പറയണേ, സേവനാഴി. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ച്. അപ്പോൾ അതിനകത്ത് നമ്മൾ മറ്റേ അധികം യൂസ് ചെയ്യാത്തൊരു അച്ചാണിത്. ഈ സ്റ്റാർ വരുന്നൊരച്ച്. ഇതല്ല, ഇത് പഴയതാണ്. ലൈക്ക് ഇങ്ങനെ മറ്റേ ബ്രാസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിങ്ങനെയാണ് ഇരിക്കുന്നത്. സോ മാക്സിമം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എണ്ണ കുറച്ച് തടവി കൊടുത്തിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് ഇടാം. ഇനി കുറച്ച് പണി കൂടുതലുണ്ട്. അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ബാക്കി ചെയ്യാം. സോ ഇതിനകത്ത് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നന്നായിട്ട് ഉരുട്ടി, ഇടിയപ്പത്തിൻ്റെ പോലെ തന്നെ ഉരുട്ടി നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതിന് മുന്നേ നമ്മൾ ബട്ടർ പേപ്പറിലോട്ടാണ് പിഴിയാൻ പോകുന്നത്. അതവിടെ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കും. നല്ല മണം കേട്ടോ. മറ്റേ കായത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ലൊരു മണം വരുന്നുണ്ട്. ഉഴുന്നിൻ്റെയും കായത്തിൻ്റെയും കൂടെ വരുമ്പോൾ. അന്നുവിനിത് പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ 1-2 ഞാൻ ചെയ്ത് തെളിഞ്ഞതിന് ശേഷം ഒന്ന് അവളെയും കൂടി വിളിക്കണം. അവൾക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ പേപ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കിങ്ങനെ അട്ടൻ ചുറ്റിച്ചെടുത്താൽ മതി. ഇന്ന് ഇത്രയും സമയമെടുത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സദ്യക്കുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണയും സദ്യയുടെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് മാത്രം വെച്ചാൽ മതി. അത് നമ്മുടെ സെയിം ബ്രാൻഡ്, സെയിം സാധനം. ലാസ്റ്റ് ടൈം നമ്മൾ ഓണത്തിന് വാങ്ങിച്ചത് ഡെയിലി ഡിലൈറ്റിൻ്റെ സദ്യയാണ് 3 പേർക്കുള്ളത്. അത് തന്നെയാണ് ഇത്തവണയും വാങ്ങിച്ചത്. അതിൻ്റെത് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ച്, അല്ലെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ പോലും നമ്മളായിട്ട് ഉണ്ടാക്കി ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാൽ ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഈ ഫ്രോസൺ സദ്യ ഞങ്ങൾ വാങ്ങിച്ച് നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് പായസം ചിലപ്പോൾ നാളെ ഇവിടെ അഖിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതുകൊണ്ട് ഒരു പായസം വെക്കുന്നുണ്ട്. അത് മാത്രം ചിലപ്പം എക്സ്ട്രാ ആയിട്ട് നാളെ ഉണ്ടാക്കുമായിരിക്കും. അതൊരു പായസം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഉണ്ടാക്കും. പിന്നെ ഈ സദ്യയിൽ കുഞ്ഞു ഡപ്പയായിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കറീസും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് അൺബോക്സ് ചെയ്ത് കാണിക്കാം നാളെ. അപ്പം അത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഫ്രഷായിട്ട് ഉണ്ടാക്കിയ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. ശരിയാണ്, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും ആയിട്ടില്ല നമുക്ക്. ഇത് ജസ്റ്റ് ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് പോയി വാങ്ങിയ ഡെയിലി ഡിലൈറ്റിൻ്റെ സദ്യയാണ്. ജെന്യുവിൻ ഫീഡ്ബാക്കാണ്. നമ്മളത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ അത് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇവിടെ ഒരുപാട് വേറെയും വരുന്നുണ്ട്. പഴയിടം സദ്യയൊക്കെ ഇത്തവണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് റീൽസൊക്കെ ഇടുന്നത്. അതും വരുന്നുണ്ട്. ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ വയ്യ. പഴയിടവും നല്ലത് തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെ ഫ്രോസൺ സദ്യ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടും. ബിക്കോസ് ഇവിടെ ഓണത്തിന് നാട്ടിലെ പോലെ ലീവൊന്നും ഇല്ലല്ലോ. അപ്പം ഉള്ള ടൈമിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ ചട്ടുകമൊന്നും ഇല്ല എടുത്തിടാൻ. അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊരു ചെറിയ പീസാക്കിയിട്ട് അതിലോട്ട് പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നേരെ അങ്ങ് ചട്ടിക്കകത്തോട്ട് ഇടാമല്ലോ. ജർമ്മൻ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുക്കാനായിട്ട് എടുത്തേക്കുന്നത്. അയ്യോ 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 അയ്യോ. I can do better. Wait. Can do better. No, that's enough. It's enough, bro. No, bro. അയ്യോ 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 അയ്യോ. ഇതുവരെ സാരി കൊണ്ട് നടക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇത്രയും ഷേപ്പിലായിട്ടുണ്ട്. ഈ ഒരു ചെറുതൊരെണ്ണം ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഷേപ്പ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. നടുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പം പോയേനെ. I'm gonna do a different shaped one. ഷേപ്പ് ശരിയായില്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പ് ചെയ്യാന്ന്. വി നീഡ് ദിസ് കൈൻഡ് ഓഫ് ഷേപ്പ്. I'm improvising. Just wait a minute. ഓക്കെ. I'm improvising. നമ്മളിത് കമത്തിയിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതങ്ങ് പൊക്കോളും തോന്നും. അത് ഇതായിപ്പോയി. എണ്ണ ചൂടായിട്ടുണ്ട്. ലൈക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറിപ്പോയി. സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. അടുത്തതൊരു വലിയതായിക്കോട്ടെ. അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. ടേസ്റ്റ് വൈസ് നോക്കി വെക്കാം. ചില ഇങ്ങനെ റൗണ്ട് നോക്കത്തില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചുറോസ് പോലെ
ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കാറുമുണ്ട് അല്ലേ, കടകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനത്തെ. എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, മാവ് മാത്രം നമ്മൾ വേറെ ടൈപ്പ് അരിപ്പൊടിയാണല്ലോ എടുത്തത്, അതിൻ്റെ ഒരു ചെറിയ ഡൗട്ടേ ഉള്ളൂ, അല്ലാതെ എനിക്ക് കുഴപ്പമില്ല. ചെറുതായിട്ട് ക്രിസ്പിയായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങ് എടുക്കാം അല്ലേ. ഒരെണ്ണം ഏതാണ്ടായിട്ടുണ്ട്, അടുത്ത ഞാൻ ഒരെണ്ണം വലുത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിസിനസ്സുണ്ട്. അതെ, അമ്മ ജയിച്ചിട്ടോ മാറാ. അടുത്ത എണ്ണ സെറ്റായിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വലിയ മുറുക്ക, വലുത് പട്ടി. ഇങ്ങനെയാണ് മുറുക്കുണ്ടാക്കേണ്ടത്, ഇങ്ങനെയാണ് മുറുക്കുണ്ടാക്കേണ്ടത്. First, we were gonna try the murukku. Murukku. But we didn't have this tomato thing. We didn't add tomato. This is normal ari murukku. It's so good. Is it crispy? Yeah. ഇരുന്ന് പിന്നെയും ക്രിസ്പി കേട്ടോ. I'm gonna eat this every day. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് അറഞ്ച് ഇങ്ങനെ ആക്കിയെടുത്തത് കുറച്ചുകൂടെ ഇടാൻ പോണേ. ഇത് മടി വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ പിസ് നാക്കാൻ തോന്നി, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടതാണ് ഇത്. നമുക്ക് ഡേറ്റോ ഷേപ്പ് അല്ലേ അല്ലേ, അകത്തുള്ളത് മാത്രം എന്തോ പോലെ ഇരിക്കുന്നു. എന്ത് ഷേപ്പാണിത്? മുറുക്ക് കണ്ടപ്പോൾ ക്യാമറാമാന് ചായ വേണം, സോ ക്യാമറാമാനുള്ള ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മുറുക്ക് പ്ലസ് ചായ കോമ്പിനേഷൻ ആൻഡ് പാല്. ഞങ്ങളുടെ ഓണം പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള മുറുക്ക് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അന്നുവിന് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് അന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്നാക്കാണല്ലോ. അന്നിന് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് എ സക്സസ് അല്ലേ. അപ്പം ഇനി അടുത്തത് നമുക്ക് നാളത്തേക്ക് ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്, സ്പെഷ്യൽ പായസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം വാങ്ങാനുണ്ട്. എൻ്റെ പറ്റുമെങ്കിൽ വേറൊരു ഐറ്റം കൂടെ ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് പിന്നെ പറയാം. ആൻഡ് അതിനുള്ള സാധനങ്ങൾ കിട്ടുമോ എന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, കാര്യം വീട്ടിലില്ല. അപ്പോൾ അത് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ പോകണം. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഉത്രാടപ്പാച്ചിൽ നടത്തിയിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ എൻ്റെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇതും കൂടി ഇന്നത്തെ ദിവസമുണ്ട്, ലൈക്ക് ഉത്രാടപ്പാച്ചിൽ. സോ ആഫ്റ്റർ ദിസ് നമ്മൾ നേരെ കടയിൽ പോവാം. എന്നാ ചായ ചെറുതായിട്ട് കഴിഞ്ഞു പോയി. സോ ഞങ്ങളിത് വേഷമൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോയി ഉത്രാടം ഒന്ന് പാഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ചെയ്ത് മാറി നോർമൽ ഔട്ട്ഫിറ്റായി ഞങ്ങൾ എന്നിട്ട് ഇറങ്ങി ട്രാമിൽ കയറി ഇന്ത്യൻ സ്റ്റോറിൽ പോകണം സാധനങ്ങൾ വാങ്ങാനായിട്ട്. അങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയൊരു തണുപ്പുള്ള ദിവസമാണ്. മഴ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്, നോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ട് വന്നതാണ്. വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യ വാങ്ങിച്ച ആ ഇന്ത്യൻ സ്റ്റോറല്ല, ഇത് വേറൊരു ഇന്ത്യൻ സ്റ്റോറാണ്. കോഹിനൂർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്റ്റോർ. അതിവിടെ കാൾസ് പ്ലാറ്റ്സ് എന്ന് പറയുന്ന പ്ലേസിൻ്റെ തൊട്ടടുത്താണുള്ളത്. നല്ല കണക്ടിവിറ്റി ഉള്ള ഒരെണ്ണമാണ്. ബട്ട് എനിക്ക് ഇടയ്ക്ക് കയറാൻ ഇഷ്ടമില്ലായിരുന്നു, ഭയങ്കര കുറച്ച് മെസ്സി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് ഓക്കെ ആക്കി. സോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. നമ്മളത് വരുന്ന സമയത്തെല്ലാം അനുവിന് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് നൂഡിൽസും ചൈനീസ് മറ്റേ ബോബാറ്റിയൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ബോബാറ്റി. പക്ഷേ ഇന്ന് അവരത് ക്ലോസ്ഡ് ആണ്. കാരണം ആൻസി ഇത് ഭയങ്കര ഫേമസ് ആണ്. ആൻസി എന്ന് പറയുന്നത് നൈച്ചി എന്ന അതിനകത്തുള്ളൊരു യൂണിറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഇല്ല. അപ്പോൾ ആളതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടന്നു പോയി. അപ്പോൾ നമ്മളിപ്പം
ഇന്ത്യൻ സ്റ്റോറിൽ കയറി ബോളി നോക്കുന്നുണ്ട്. ഇവിടെ കിട്ടുവാണ് ഫ്രോസൺ ബോളി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് മേടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഉണ്ടാക്കും അതിനുള്ള തിങ്സ് വാങ്ങിച്ചിട്ട്. കാര്യം ടൈം അധികം ഇല്ലല്ലോ. ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ഈവനിങ് ആയി, 5 മണിയാവാറായി. അപ്പോഴാണ് ഇറങ്ങിയത്, 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. മുറുക്കൊക്കെ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് എന്തൊക്കെ കിട്ടും എന്ന് നോക്കാം. കറി ലീവ്സ് നമുക്ക് ഫ്രോസൺ ഇവിടെ ഇപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നീ നോക്കി ചക്ക, നമ്മൾ ചക്ക വാങ്ങിച്ചൊരു ചക്ക ഏശ്ശേരി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊറോട്ട വെള്ളയപ്പം, നല്ല വെള്ളയപ്പം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ, ഇലയിട എന്താ മുട്ട വരെ ഇരിപ്പുണ്ട്. മുട്ട, ഇടിയപ്പം, ബോണ്ട, മൈസൂർ ബോണ്ട, ഇലയട, ജാഗിരി, ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ. ബോളിയൊന്നുമില്ല. ഒരു അവിയൽ കിട്ടി, ഫുള്ളി കുക്ക്, റെഡി ടു ഈറ്റ്. അവിയൽ, സാമ്പാർ. ദിസ് ഈസ് ദാറ്റ് അവിയൽ. ഇവിടെ ചപ്പാത്തി ഉണ്ട്. നമ്മൾ പോയ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അധികം കിട്ടിയില്ല. പകരം ഞങ്ങൾ 2-3 തേങ്ങയും ആവശ്യമുള്ള തന്നെയാണ്. അവിയലും നാളെ അധികം കാണത്തില്ല. അപ്പോൾ അവിയൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ അവിയലും തേങ്ങയും കറിവേപ്പിലൊക്കെ മേടിച്ചിട്ടുണ്ട് ഫ്രോസൺ. ആൻഡ് ഇപ്പോൾ വേറൊരു കടയിലോട്ട് പോവാം. ബിക്കോസ് നെയ്യൊക്കെ വലിയ ടിന്നേ ഉള്ളൂ. പിന്നെ നോക്കിയിട്ട് നല്ലെണ്ണയും കിട്ടിയില്ല. ജിഞ്ചർലി ഓയിലിൻ്റെ വലിയ കുപ്പിയാണ് ഇരിക്കുന്നത്. അത്രയും വലിയ കുപ്പി ഞങ്ങൾക്ക് ആവശ്യമില്ല. കാര്യം കുക്കിങ്ങിനൊന്നും അങ്ങനെ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഇന്ത്യൻ സ്റ്റോറുണ്ട്. ഞങ്ങൾ അന്ന് പോയ സദ്യയൊക്കെ മേടിച്ച്. അവിടെ കുറച്ചുകൂടി ഒരു സൗത്ത് ഇന്ത്യൻ വൈബാണ്. ഇവിടെ എല്ലാം ഒരു മറ്റേ ഗ്രൗണ്ട് നട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് അതിനിടയ്ക്ക് അന്നുവിൻ്റെ ഇവിടെ നൈച്ചി അടച്ചു പോയതുകൊണ്ട് മിസ്റ്റർ ബോക്സ് ടീ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഞങ്ങൾ വന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പോവാം. അവിടെ നോക്കട്ടെ എന്താ ഉള്ളത്. This looks so cute. He is a little man. Can you hold this? I need to put the straw in it. This tastes just like lychee. So just like lychee or better than lychee? Just like lychee. Just like lychee. Not happy dance. Mango lassi. What do you want to know? Mango lassi. Coming soon. Look there. Nice, right? Podi masala dosha. Idli after a long time. Yeah. But എനിക്ക് കൈവച്ച് കഴിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ബട്ട് Mysore masala dosha. Mysore Mysore masala. masala dosha. Let me try. കുറേ നാളായി മൈസൂർ മസാല ദോശ കഴിച്ചിട്ട്. അല്ലേ നമ്മുടെ I need my drink, thank you. I need my drink. Which one? Which drink? The drink. നൈസ്. Here, Aku. പതഞ്ജലിയുടെ എടുക്കാം. Okay. ജിയാബിയുടെ ഇഷ്ടം. ജിയാബിയുടെ വലിയ ഭയങ്കര. അപ്പോൾ ഉത്രാടപ്പാച്ചിൽ ഏതാണ്ട് ഇവിടെ ഒന്ന് എൻ്റെ പാവമാണ്. കാര്യം സാധനങ്ങളൊക്കെ മേടിച്ചു. എന്താണ് 2 ഇന്ത്യൻ സ്റ്റോറിൽ കയറിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടി. അതും നല്ലെണ്ണ കിട്ടിയില്ല. നല്ലെണ്ണയ്ക്ക് പകരം ഗീ കൊണ്ടിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുവിധം അങ്ങനെ ഒപ്പിച്ച് എടുത്തത്. കാര്യം നല്ലെണ്ണ കിട്ടുന്നില്ല. ഒരു കടയിൽ കയറിയപ്പോൾ ഒരു വലിയ ബോട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത്രയും വലിയ ബോട്ടിലിൻ്റെ നല്ലെണ്ണയുടെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ട് അതെടുത്തില്ല. മറ്റേ കടയിൽ ഫുൾ എംറ്റി. കാര്യം ഇന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ. പിന്നെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിനി പോയിട്ട് എന്താ പണി? ബോളി ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം.
പിന്നെ എന്താ നൈറ്റ് ഡിന്നർ, അതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. പിന്നെ വീടൊന്ന് ചെറുതായിട്ട് ഓണം റെഡിയാക്കണം. നാളെയല്ലേ, എല്ലാവരുടെയും ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ച് ഒന്ന് ഓണം റെഡിയാക്കണം. അതൊക്കെയാണ്. അപ്പം എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെയാണെന്ന് തോന്നുന്നു. സോ എല്ലാവരുടെയും പണികളൊക്കെ നടക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജർമ്മൻ ഉത്രാടം വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ബാക്കി നാളെ ഓണത്തിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സിമ്പിൾ ഓണം ഇൻ ജർമ്മനി വീഡിയോ ആണ്. ജസ്റ്റ് ഞങ്ങളുടെ ഉത്രാടം.